Our hearts beat to the city streets. We began to feel the fire. Hello guys, welcome back to my channel. അങ്ങനെ നമ്മുടെ 4 മാസത്തെ കഷ്ടപ്പാടിൻ്റെയും ഓട്ടത്തിൻ്റെയും ചാട്ടത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയുടെ സർജറി ലാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഹെൽത്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി ചെയ്തു. അങ്ങനെ ഒരു 3-4 മാസമായിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. അങ്ങനെ അത് നടന്നിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഡോക്ടർ ലാജി തരകനോടാണ്. ഡോക്ടറാണ് ഇവിടുത്തെ പുനലൂർ നമ്മൾ അഡ്മിറ്റായ ഹോസ്പിറ്റൽ പുനലൂർ ഗവൺമെൻറ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ ഓർത്തോപെഡിക് സർജനാണ് ഡോക്ടർ ലാജി തരകൻ. നല്ല ഡോക്ടറാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മളെ ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ച് സ്ട്രെസ് ഫ്രീ ഒക്കെ ആക്കും സാർ. എന്താ സാറ് പേടിപ്പിക്കുകയും ചെയ്യും. പക്ഷേ സാറിൻ്റെ ഡ്യൂട്ടിയാണ് സാർ ചെയ്യുന്നത്. പക്ഷെ നല്ല ഡോക്ടറാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യും സാറിനെ. ഈ മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഡോക്ടർമാർ സർജറിയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് ദൈവത്തെ ഓർത്ത്. കാരണം ഭാവിയിൽ അതിന് ഭയങ്കര പ്രശ്നങ്ങളാവും. സർജറി പറയുവാണെങ്കിൽ സർജറി ചെയ്യുക. ഞങ്ങൾ വിചാരിച്ചിരുന്ന ഭയങ്കര പെയിൻ ബെയറിങ് ആയിട്ടുള്ള ഒരു സർജറി ആയിരിക്കുന്നതാണ്. പക്ഷേ അമ്മ ഒട്ടും തന്നെ വേദന സഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്കിത് അമ്മ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ ഇമ്പ്രൂവ് ചെയ്യും. അമ്മ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ഇന്നിപ്പം എത്രാമത്തെ ദിവസമാണ് സർജറി കഴിഞ്ഞ്? 8ാമത്തെ ദിവസം അല്ലേ? കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് സർജറി കഴിഞ്ഞ്. ഇന്നിപ്പോൾ വെനസ്ഡേ. അപ്പം 8 ദിവസമായി. അമ്മ മെനഞ്ഞാൻ തൊട്ടാണ് അമ്മ നടന്നു തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ അമ്മ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നടന്നു. ഇന്നിപ്പോൾ തന്നെ കാലത്ത് ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ അമ്മ ബാത്റൂമിലൊക്കെ വോക്കറിൻ്റെ ഹെൽപ്പോട് കൂടി നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളത്തെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ കാട്ടി ഒരു പടിയല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു പടി മുന്നിലാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കാരണം അത്രയും നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, സ്റ്റാഫ്സ് ഉണ്ട്. ക്ലെൻലിനെസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ക്ലീനിങ് ഒക്കെ നമ്മൾ മോളിലൊക്കെ ചെയ്യുന്ന പോലത്തെ ആ മെഷീൻ്റെ പേരെന്താ, ആ ഒരു മെഷീൻ വണ്ടി ഓടിച്ച് നടക്കില്ലേ, അങ്ങനത്തെ ക്ലീനിങ് ഒക്കെയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ട്വൈസ് റൂമാണെങ്കിൽ രാവിലെയും വൈകിട്ടും റൂമും ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്യും. ക്ലെൻലിനെസ് ഒക്കെ വളരെ പ്രോപ്പറാണ്. സ്റ്റാഫിൻ്റെ എല്ലാം സപ്പോർട്ടും വളരെ നല്ലതാണ്. എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. നമ്മൾ കുറേ നാളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെങ്കിലും എന്താ പറയുക, അങ്ങ് ഹോസ്പിറ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മടുപ്പ് തോന്നും. പക്ഷേ അങ്ങനെ ഒരു മടുപ്പ് തോന്നാത്ത ഒരു ഹോസ്പിറ്റലാണ് പുനലൂർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഞാനും കണ്ണനും കുറേ വർഷങ്ങളായിട്ട്, എനിക്കൊന്ന് 10-25 വർഷമായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ ജീവിതങ്ങൾ കൊണ്ട് ആദ്യം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ കുറേ നാൾ ഹോസ്പിറ്റലിൽ നടന്നു. പിന്നെ ഇപ്പം അമ്മ. പക്ഷേ ഇത്രയും ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും ഇതാണ് നമുക്ക് ആ ഒരു മാനസികമായിട്ട് നമ്മളെ അങ്ങനെ ടയേർഡാക്കാത്ത ഒരു ഹോസ്പിറ്റൽ ഇതെന്ന് പറയുന്നത്. ഈ 2024 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു നല്ല കാര്യമാണ് അമ്മയുടെ സർജറി കഴിഞ്ഞു എന്നുള്ളത്. അതാ നോക്കി ഈ വർഷം എനിക്ക് വളരെ വളരെ മോശപ്പെട്ട ഒരു വർഷമായിരുന്നു. പക്ഷേ ഇനിയുള്ള മാസങ്ങൾ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ക്യാൻറ്റീനിലാണ് നമ്മൾ ഡെയിലി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ഡേ കൂടെയാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഡിസ്ചാർജാണ്. അപ്പോൾ ഡെയിലി ഈ ക്യാൻറ്റീനിൽ നിന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ്. കാരണം അമ്മയ്ക്ക് ഗോതമ്പിൻ്റെ ആഹാരമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പൂരി അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ചപ്പാത്തിയും പൂരിയും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഈ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഡെയിലി കഴിച്ച് മടുത്ത്. ആക്ച്വലി അമ്മയ്ക്കും ഫുഡിനോടൊന്നും ഈ സർജറി കഴിഞ്ഞ സമയമായതുകൊണ്ട് ഫുഡിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് വിഷമാവേണ്ടെന്ന് കരുതി ഞങ്ങളും അമ്മയ്ക്ക് കമ്പനി കൊടുക്കാൻ ഈ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് മടുത്ത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ പുനലൂർ ടൗണിൽ തന്നെ ഒരു ശരവണ ഭവനുണ്ട്. ഈ പാലം നടന്നപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ശരവണ ഭവനാണ്. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയ്ക്കിന്ന് ഷുഗർ ഡൗൺ ആണ്. അപ്പോൾ അത് കാരണം രാവിലെ ഓട്സ് കഴിച്ചപ്പോൾ ഇനി എന്തെങ്കിലും അരിയാഹാരം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത് പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പുറത്താണ് ശരവണ ഭവൻ. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ ഒറിജിനൽ ശരവണ ഭവൻ്റെ ബ്രാഞ്ചാണോന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും കുഴപ്പമില്ലാത്ത ഫുഡാണ്. ഞാൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. കണ്ണ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത്? എനിക്ക് മസാല ദോശയും കാട്ടി ഇഷ്ടം നെയ്റോസ്റ്റാണ്. ഞാനൊരു ഊത്തപ്പം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. ദോശ കഴിക്കുന്ന വീഡിയോ ആണ്. ദോശ കഴിക്കുന്ന കാണിച്ചു.
അമ്മ മുക്കി കൊള്ളാം ഇത് കഴിച്ചു നോക്കി ചൂടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അമ്മയ്ക്കുള്ള പാഴ്സലും വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇന്നാണ് അമ്മ ദോശ അരിയാഹാരം കഴിക്കുന്ന ഇന്നാണോ ബ്രേക്ക്ഫാസ്റ്റ്? വായിക്ക് രുചി കിട്ടി. അപ്പം മസാല ദോശ വേണമെന്ന് പറഞ്ഞ് മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു. ഷുഗർ നോർമൽ ആയതുകൊണ്ട് മാത്രമാണ് ഇല്ലേ കണ്ണ നമ്മളിന്ന് ഒരു കൺസിഡറേഷൻ കൊടുത്തിരിക്കുന്നത്. എന്നും ഈ കൺസിഡറേഷൻ ഉണ്ടാവുന്നതല്ല. കാരണം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഈ മുട്ടിലിട്ടേക്കുന്ന സാധനം ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യും മാക്സിമം. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് സെപ്റ്റിക് ആവും. അപ്പം അതുകൊണ്ട് ഷുഗർ അണ്ടർ കൺട്രോൾ. സർജറിയുടെ എക്സ്പീരിയൻസ് പറയാമോ? എങ്ങനെയുണ്ട്? പേടിച്ച കണക്കുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല പെയിൻ ഞാൻ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് ഇവിടം വരെ എന്നെ എത്തിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ ഞാൻ രാജു സാറിനെ കുറിച്ച് പറ. രാജു സാറിനെ എന്താണ് അഭിപ്രായം? രാജു സാറ് എന്താ പറയണ്ട, കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നു. മാനസികമായിട്ട് നമുക്ക് ധൈര്യം തന്നു. ധൈര്യം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം നമ്മള് സർജറിക്ക് അഡ്മിറ്റ് ആയി. പിന്നെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് പിന്നെ ഇതിന് വന്ന് ചേർന്നപ്പോ ഉണ്ടായിട്ടില്ല. ഇത് വന്നില്ല. ഓക്കെ. നിന്റെ അഭിപ്രായം, നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2-3 മാസത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ പ്രൈവറ്റ് വിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിപ്പോയി. അങ്ങനെ വെച്ച് നമ്മൾ ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ളത് ഇവിടെ ആണെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു. അങ്ങനെ വെച്ച് തന്നെ നമ്മൾ വന്ന്. പക്ഷേ എന്നാലും അതിനെ എല്ലാം കാണാൻ അപ്പുറം ഒരു എക്സ്പീരിയൻസ് നമുക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഈ റൂം നോക്കുവാണെങ്കിൽ പോലും ഇപ്പൊ അലങ്കോലാണ്. 1000 രൂപയുടെ ഒരു റൂമാണ്. TV ഉണ്ട്. ആൻഡ് 1000 രൂപയ്ക്ക് ഒരു ഫുൾ AC റൂം അത്യാവശ്യം വലിയ ബാൽക്കണി 2 നേരം ക്ലീനിങ്. എല്ലാവരും വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കുന്ന നഴ്സുമാരായിക്കോട്ടെ, ഈ ക്ലീൻ ചെയ്യാൻ വരുന്നവരായിക്കോട്ടെ, എല്ലാം വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ആൾക്കാർ. ഡോക്ടർ കട്ട സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് എന്നുള്ളതല്ല, പുള്ളി ഇച്ചിരി റിലാക്സ്ഡ് ആണ്. നമ്മുടെ തിരിച്ച് കോമഡി ഒക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് എന്താ പറയുക, നമ്മുടെ സൈഡിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്കൊരു ഓപ്പറേഷൻ നടത്തി വിടുന്നതിനേക്കാളും ഓപ്പറേഷൻ ചെയ്ത് ആള് രക്ഷപ്പെടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്ത്. ബിക്കോസ് പല സിറ്റുവേഷനിലും അമ്മയ്ക്ക് ഷുഗർ കൂടുതലാണ്, UTIs വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ മതി എന്ന് അവർ വ്യക്തമായിട്ട് നിന്ന്. ബിക്കോസ് ഇതൊന്നും ഇല്ലാതെ അവർക്ക് ചെയ്തു വിടാം. പിന്നീട് ഭാവി കാലത്ത് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അവർ ചിലപ്പോൾ മാറിപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സോ എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. ആരെങ്കിലും ഒരാൾ ഇവിടെ അഡ്മിഷൻ വരാൻ താല്പര്യം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വെച്ച് വരികയാണെങ്കിൽ എനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ഉണ്ട്. കാരണം ഇവിടെ കാർഡിയോളജി ഒഴിച്ച് ബാക്കി എല്ലാ ഡിവിഷൻസും ഉണ്ട്. കാർഡിയോളജി ഉണ്ട്, പക്ഷേ ഡോക്ടർ ഇല്ലാന്ന് പ്രശ്നമുള്ളൂ. എല്ലാ ഡിവിഷനും ഫുൾ സ്വിങ് ആണ്. എല്ലാവർക്കും കാര്യമായി തന്നെ ചെക്കപ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ ഇവിടെ തന്നെ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ BPL അങ്ങനെ ഏതെങ്കിലും കാർഡൊക്കെ ആണെങ്കിൽ 50% കുറേ ടെസ്റ്റുകൾക്ക് കുറയും. അതല്ല തന്നെ കുറേ ടെസ്റ്റുകൾക്ക് നോർമലി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്തതിനേക്കാളും പകുതി റേറ്റ് ഒക്കെ ആകുന്നുള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഇവർ റൺ ചെയ്യുന്നുണ്ട്, മേജറും മൈനറും എല്ലാം. സോ വന്ന് തിരക്കി നോക്കുക. യു ഡോണ്ട് നീഡ് ടു ഫിയർ ലൈക്ക് പഴയ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന മനസ്സിലൊരു ഫിഗർ. ഇറ്റ്സ് നോ മോർ ലൈക്ക് ദാറ്റ്. ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് എറണാകുളത്ത് ഒരു വലിയൊരു ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. അന്ന് അവിടെ എനിക്ക് കിട്ടിയ ഫെസിലിറ്റിയേക്കാൾ ഒരു 100 മടങ്ങ് ബെറ്ററാണ്. പിന്നീട് അതിനുശേഷം എറണാകുളത്ത് 3-4 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഒരുവിധം അതെല്ലാം തന്നെ കണക്കാണ് ഇതിൻ്റെ മുമ്പിൽ. എനിക്ക് തോന്നുന്നു ട്രോമാ കെയറും കൂടെ ഒക്കെ ഇവിടെ കിടിലമാക്കുകയാണെങ്കിൽ എൻറ്റയർലി ഈ ഒരു 10-40 കിലോമീറ്ററിന് ഇടയ്ക്ക് ഇതിനെ മേളിൽ വേറെ ഒരു ഹോസ്പിറ്റൽ വരത്തില്ല. ട്രോമാ കെയർ മാത്രം ഇച്ചിരി ഡൗൺ ആണ്, എല്ലാം പഴയ സിസ്റ്റങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ബാക്കി അതല്ലാതെ OPs കിടിലം. ഹോസ്പിറ്റൽ കംപ്ലീറ്റ്ലി ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ക്യാൻറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ജസ്റ്റ് നോർമൽ. 2 ക്യാൻറ്റീൻസ് ഉണ്ട്. ഒരു ക്യാൻറ്റീൻ ഏകദേശം എനിക്ക് 12 hours പ്ലസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ക്യാൻറ്റീൻ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളൂ. ക്യാൻറ്റീനിലെ ഫുഡ് ഇസ് നോർമൽ, പക്ഷെ നമുക്ക് ചുറ്റുപാടും ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പുനലൂർ ടൗണിൽ തന്നെയാണ്. ടൗണിൽ ഒട്ട നടക്കാണ്ട് എപ്പോഴും ബസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ വി റിയലി റെക്കമെൻഡ് ദിസ് ഹോസ്പിറ്റൽ. ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മൾ 2nd ഫ്ലോറിലെ പേ വാർഡിലാണുള്ളത്.
ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ പക്കയാണ്. ഹോസ്പിറ്റലിൽ ഫുള്ളി സെൻട്രലൈസ്ഡ് AC ആണ്. വാർഡൊക്കെ നല്ല ക്ലീനായിരുന്നു. വാർഡും ഒക്കെ അടിപൊളിയാണ്. എൻ്റെ ആമിക്കുട്ടൻ വിളിക്കണം. ഇവിടെ ഒരു ബാൽക്കണിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. ആരുടെയോ തുണിയാണ്, അപ്പുറത്തെ റൂമിലെങ്ങാണ്ട് ആരോ ഇട്ടിട്ട് പോയ തുണിയാണ്. അപ്പുറത്തെ റൂമിൽ ആളില്ല, വേക്കൻ്റാ. ഇത് ആക്ച്വലി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. അങ്ങ് ദൂരെയൊക്കെ മലകളൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി പുനലൂർ ടൗണാണ്. ഹോസ്പിറ്റലിൻ്റെ തന്നെ ബ്ലോക്സൊക്കെയാണ്. അങ്ങ് ദൂരെയൊക്കെ മല കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ കോടയൊക്കെ കാണാം. ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. ഇത് 4th ഫ്ലോറാണ്. ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്കും ഒക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഏരിയ. ഇതെപ്പോഴും ഓപ്പൺ അല്ല, ഇതിന് ടൈമിംഗ് ഉണ്ട്. അതായത് നമുക്ക് ലഞ്ച് ടൈം, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അങ്ങനെ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. ആക്ച്വലി ഇത് രാവിലെ ഉള്ള വ്യൂ ആട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പം നമ്മൾക്ക് ഈ ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം വരുന്നത്. അപ്പം നമ്മുടെ റൂം ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നായിരുന്നു. അപ്പോൾ എന്തും രാവിലെ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ 2 ആഴ്ച താമസിച്ച റൂം ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ പാക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. കണ്ണൻ വണ്ടി എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയേക്കുവാണ്. അപ്പോൾ അവൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിക്കൊള്ളാം എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് വീട്ടിലോട്ട്. ഒരു 1 സൈഡ് തന്നെ 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവൻ എന്തായാലും വണ്ടി എടുത്തിട്ട് വരാൻ ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അപ്പോഴത്തേക്കും ഞാനിവിടെ എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതെന്തായി കാണിച്ചു വെച്ചേക്കുന്നത്? അമ്മ ഇത് ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചല്ലേ? അമ്മയല്ലേ ഇതെല്ലാം പറക്കി കളഞ്ഞ്? എല്ലാം പറക്കി എടുത്ത് വെക്കൂ. ഗുഡ് ഗേൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ വെച്ചോ, അവിടെ വയ്ക്കണം. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാം. അതെ, അമ്മയും മറ്റേ ഒരു വീൽ ചെയറിലാണ് വന്നത്. എനിക്ക് അമ്മയും വീൽ ചെയറിൽ ഇരുത്തിയാലല്ലേ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുന്നവരെല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുമായിരുന്നു. ട്രിപ്പ് പോകണം അമ്മി. ഇത് നമ്മുടെ സ്വന്തം ചായക്കട സ്പോട്ടാണ്. നമ്മൾ ഉച്ചയായി, ചോറൊന്നും കഴിച്ചില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു വീട്ടിലോട്ട്. മുട്ടബജി വേണം. ഇവിടെ ഈ കടയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ടച്ചിങ്സ് ഒന്നും. ഇതിൻ്റെ പേരെന്താ അമ്മ? പൈനാപ്പിൾ ജംഗ്ഷൻ അല്ലേ? മുളക്, നമുക്ക് ബജി മേടിക്കുമ്പം മുളക് കിട്ടൂലേ, മുളകിൻ്റെ ആ ചമ്മന്തി. പിന്നെ ഭയങ്കര ഇരുട്ടത്താവുന്നതാണ്. അതിന് പകരമായിട്ട് അവരിങ്ങനെ ചിക്കൻ്റെ അങ്ങനെ എല്ല് കറിയാണ് സാധാരണ തരുന്നത്. ഇപ്പം എന്താ ചിക്കൻ്റെ എന്തോ ഒരു ഗ്രേവി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് ഇനി അടുത്ത സ്റ്റിച്ച് എടുക്കാൻ 1 ആഴ്ച കഴിഞ്ഞ് വരണം. സ്റ്റിച്ച് എടുക്കാനല്ല, ഡ്രസ്സ് ചെയ്യാൻ 1 ആഴ്ച കഴിഞ്ഞിട്ട് വരണം. അത് കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ വീണ്ടും 1 ആഴ്ച കൂടെ കഴിഞ്ഞ് വരണം. അമ്മ ഇനി എന്ന് ഈ കട വന്ന് തിന്നാൻ പറ്റുന്ന എനിക്കറിയാൻ വയ്യ. ഇല്ലേ അമ്മ? 2 വർഷം കൂടെ ചാൻസ് ഉണ്ട്. എന്തുവാ കറിയോ? എന്താ വേണം കറിയാം? ഇത് എല്ല് കറിയാ ആക്ച്വലി. ആണ്, എല്ല് കറി തന്നെയാ. ചിക്കൻ്റെ എന്തോ എല്ല് കറിയാണ്. ചിക്കൻ്റെ അല്ല, കഴുത്തിൻ്റെ ഒക്കെ പീസില്ലേ? അയ്യോ, കൊന്നതിനെ. ഞാൻ ഒരു സാധനം കഴിക്കൂല കേട്ടോ, വെറുതെ ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ ചോറുണ്ടല്ലേ, അതാ കൊള്ളാമോ? ഇത് കഴിക്കാൻ കൊള്ളാമോ? കഴിച്ചേ
ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ചിക്കൻ കട്ട്ലറ്റ്, ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ സമൂസ. ഇത് മൂന്നും ഭയങ്കര ഫ്രഷ് ആയിട്ട് അപ്പം ഉണ്ടാക്കുന്ന സാധനമാണ്. ഊട്ട ഉണ്ടോന്നോ? എനിക്ക് അതേപോലെ ഇവിടുത്തെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ചില കട നമ്മൾ ചെല്ലുമ്പം പഴുക്കാത്ത പഴമൊക്കെ കിട്ടും. പക്ഷെ ഇത് ഇവിടെ എപ്പോൾ വന്നാലും പഴുത്ത പഴത്തിൻ്റെ പഴംപൊരിയാണ് കിട്ടുന്നത്. അമ്മ ഈ കട്ട്ലറ്റ് കഴിച്ചിട്ട് കൊള്ളാമോ ഇല്ലെന്ന് പറഞ്ഞേ. കഴിച്ച് നോക്ക്, കൊള്ളാമോ നോക്ക്. കൊള്ളാമോ? പഴംപൊരിയും ബീഫും എന്നൊക്കെ പറഞ്ഞ പോലെ പഴംപൊരിയും എല്ലുകറിയും. ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. പൊറോട്ട അങ്ങനെയൊന്നുമില്ല. ചായക്കടികൾ മാത്രമേ ഉള്ളൂ. ചായയും കടിയും മാത്രമേ ഉള്ളൂ. ഇതെന്താണ് ചായ എന്ന് പറഞ്ഞാൽ മറ്റേ ഏലക്ക ചായ ഇല്ലേ, ആ ചായയാണ്. കട്ടൻ ചായ ആണെങ്കിൽ മറ്റേ പുതിനയില ഇട്ട മിന്റ് ടീ, അതാ തരുന്നത്. നല്ല ഇതല്ല എല്ലുകറി. മറ്റേ എല്ലുകറി ഏതാ? ബീഫിന്റെ. വീട്ടിലെ വെക്കുന്ന ചിക്കൻ കറി പോലെ ഉണ്ട്. ചിക്കന്റെ കഴുത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഗൈസ്, ഇവിടെ ചിക്കന്റെ എല്ലുകറിയും കിട്ടും, ബീഫിന്റെ എല്ലുകറിയും കിട്ടും. നമുക്ക് ചിക്കൻ്റെ കിട്ടിയത്. അധികം കൊള്ളത്തിലെന്നല്ലേ പറഞ്ഞത്? ഇതൊക്കെയാണ് ഇവിടെ കഴിക്കുന്നത്. സൂപ്പർ. ചായ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അമ്മ വീൽ ചെയറിലാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ അമ്മ വോക്കറിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ 1 മാസം എന്ന് പറഞ്ഞാണ് കൊല്ലത്തോട്ട് വന്നത് എറണാകുളത്ത് നിന്ന്. പക്ഷെ 4 മാസം എടുത്ത് നമുക്ക് ഈ ഒരു സർജറി കഴിയാം. കാരണം അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം പലപ്പോഴും ഞാനിത് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് എറണാകുളത്ത് പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോഴെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തിയത് മാമനും മാമിയാണ്. കാരണം അവർ ഈ ഒരു 4 മാസം എടുത്ത സാക്രിഫൈസ് വളരെ വലുതാണ്. അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം എനിക്ക് കുഞ്ഞുണ്ട്. പലപ്പോഴും എനിക്ക് എല്ലായിടത്തൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ചെയ്തതെന്ന സാക്രിഫൈസസ് വളരെ വലുതാണ്. എനിക്കത് വാക്കുകൾ കൊണ്ട് അവരോട് പറഞ്ഞാൽ തീരത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോങ് ജേർണി ആയിരുന്നു. എന്നെ അവിടെ കണ്ണേട്ടനാണെങ്കിലും അവിടുത്തെ അമ്മയാണെങ്കിലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ദിവസമൊന്നും വന്നിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.